പൈപ്പ് ബന്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതല്ല. ഇന്നലെ പറഞ്ഞതനുസരിച്ച് തന്നെ ഇന്നലെ രാത്രി കൊണ്ട് ഇത് ചാർജ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഞാൻ ഇന്നലെ രാത്രിയിൽ 11:30 മണി തൊട്ട് 2:30-3 മണി വരെ ഈ സൈറ്റിലുണ്ടായിരുന്നു. ഞാൻ രാവിലെ തിരിച്ചു വന്നതാണ്. ഇന്നലെ ശിവൻകുട്ടി മന്ത്രി തന്നെ നേരിട്ടൊരു മീറ്റിംഗ് എടുത്തിരുന്നു. അവിടെ തന്നെ ചീഫ് സെക്രട്ടറി ഒരു മീറ്റിംഗ് എടുത്തു. ആൻ്റണി രാജുവും കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇത് പങ്കെടുത്തിരുന്നു. അപ്പോൾ നമുക്ക് വന്നത് ഈ നിങ്ങൾ കണ്ട ആ വാൽവ് ബ്ലോക്ക് ചെയ്ത് പമ്പിങ് നടത്തി ചാർജ് ചെയ്യാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് കുറേ സ്ഥലങ്ങളിലേക്ക് വെള്ളം കൊടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചെറിയ ചോർച്ച ഉണ്ടായി, ചെറിയൊരു ലീക്കുണ്ടായി. ആ ലീക്ക് വൈഡൻ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ടാണ് അത് പിന്നെ സ്ഫോടനാത്മകമായ കാര്യങ്ങൾ സംഭവിച്ചേക്കാം എന്നുള്ള ഒരു ടെക്നിക്കൽ മെഷർമെൻറ്റ് വന്നപ്പോൾ അത് പിന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ ഇന്നലെ തന്നെ നമുക്ക് അവിടെ നിന്നുള്ള പമ്പിങ് നമുക്ക് കുറേ ഇത് മുകളിലേക്കുള്ള ഭാഗത്തേക്ക് കുറേ നമുക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഈ ബെൻഡ് ഇന്നലെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ബെൻഡിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ഇന്നലെ ഇവിടെ ഞാൻ ഉള്ളപ്പം തന്നെ ഇട്ടൊരു പീസാണ്. ഇനി അവിടെ നിന്ന് ഒരു പീസും കൂടി ഇങ്ങോട്ട് കോൺക്രീറ്റ് ക്ലിയർ ചെയ്യാനായിട്ടുള്ളൂ. ആ പീസ് കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്ക് തീരും. പക്ഷേ ഇതൊരു വലിയ ജംഗ്ഷനാണ്. ഇവിടുന്ന് വരുന്ന അരുവിക്കരയിൽ നിന്ന് വരുന്ന ഫോഴ്സ് വെള്ളം ഇവിടെ വന്ന് ഇങ്ങനെ ശക്തമായിട്ട് ഇടിക്കുമെന്നുള്ളതുകൊണ്ട് ഈ ബെൻഡ് കോൺക്രീറ്റ് ബ്ലോക്ക് ആക്കേണ്ടതായിട്ടുണ്ട്. റെഡിമിക്സ് കോൺക്രീറ്റ് ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഈ പൈപ്പ് ഇപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന പൈപ്പിൻ്റെ ഷേപ്പ് ചെയ്ത് ഇതിലേക്ക് പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബെൻഡ് കോൺക്രീറ്റ് ബ്ലോക്കിനകത്താക്കും. ഇത് കഴിഞ്ഞാൽ പമ്പിങ് നമുക്ക് ആരംഭിക്കാം. ഒരേ സമയം തന്നെ വാൽവിൻ്റെ പണി ഇപ്പം തീരുന്ന വട്ടത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ വാൽവിൻ്റെ പണി അവിടെയും ഈ പണി ഒരേ ഘട്ടത്തിൽ തന്നെ പൂർത്തീകരിച്ച് പമ്പിങ് നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിയും. എങ്കിലും സ്വാഭാവികമായിട്ട് ഒരു 2 മണി സമയത്തോളം എടുത്തേക്കാം. ഇതൊരു ചെറിയ വർക്കല്ലല്ലോ. ഉദ്ദേശിച്ചതിനേക്കാൾ നമുക്ക് താമസം വന്നത് ആ വാൽവിന് തകരാറ് വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്നുള്ള പമ്പിങ് നടത്താനും കഴിഞ്ഞേനെയും ഈ പണി കുറേ കൂടെ സുഗമമാക്കാനും കഴിഞ്ഞേനെയും. അപ്പോൾ അവിടെ തകരാറ് സംഭവിച്ചതോടുകൂടി അതിനകത്ത് കിടക്കുന്ന വെള്ളം അഴിച്ചു വിടാതെ നമുക്ക് ഇവിടുത്തെ പണി നടത്താൻ കഴിയാതെ വന്നു. കാര്യം അതിൽ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ ഈ പണി നമുക്ക് നടത്താൻ ഇങ്ങോട്ടാണല്ലോ വെള്ളം വരേണ്ടത്. അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ചെറിയ തടസ്സം നേരിട്ടത്. ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. വലിയ ജാഗ്രതയോടുകൂടി ഇതൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ പോലും ടെക്നിക്കലായിട്ട് വന്ന ചില ബുദ്ധിമുട്ടുകൾ ജനങ്ങളോട് തന്നെ സത്യത്തിൽ വലിയ വിഷമം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. എന്നെ പലരും വിളിച്ചു. പക്ഷേ അവരൊക്കെ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനോട് സഹകരിച്ചെങ്കിൽ പോലും ഭാവിയിൽ ഇത്തരം കാര്യങ്ങളിൽ കുറേ കൂടി ജാഗ്രത പുലർത്താനായിട്ട് ശ്രദ്ധിക്കും. ഇതൊക്കെ കുറേയേറെ പഴകിയ പൈപ്പുകളും അതോടൊപ്പം തന്നെ ഇതിപ്പോൾ ഈ റെയിൽവേ ഡബിളിങ്ങുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് മാറ്റിയിടേണ്ട ഒരു സ്ഥിതി വന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ റെയിൽവേക്കും അത് ആവശ്യമാണ്. ഡബിളിങ് നടക്കണമെങ്കിൽ ഈ പൈപ്പ് മാറ്റി കൊടുത്തേ നമുക്ക് സാധ്യമാകുള്ളൂ. അതുകൊണ്ട് ആരംഭിച്ചൊരു പണിയാണ്. ഇപ്പോൾ ഇന്നും കൂടി ആകുമ്പം 4-ാം ദിവസത്തേക്ക് കടന്നിട്ടുണ്ട്. ഏതായാലും ഇന്ന് നമുക്ക് നല്ല ശതമാനം പൂർണ്ണമായിട്ടും വെള്ളം എത്തിക്കാൻ കഴിയും. ഈവനിങ്ങോട് കൂടി അരുവിക്കരയിൽ നിന്ന് ഏതാണ്ട് ഒരു 4 മണിക്ക് മുമ്പായിട്ട് പമ്പിങ് ആരംഭിക്കും. പമ്പിങ് ആരംഭിച്ചാലും നമുക്ക് ഇവിടം വരെ ഈ ലൈനിൽ ഈ പറയപ്പെടുന്ന സ്ഥലം ഐരാണിമുട്ടം ടാങ്കിലേക്ക് എത്തണമെങ്കിൽ തന്നെ 1 മണിക്കൂറോളം സമയമെടുക്കും. ഈ വാട്ടർ ഇവിടുന്ന് 25 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവിടെ വരെ ചെല്ലുമ്പോഴാണ് പിന്നെ എല്ലാ ഡിസ്ട്രിബ്യൂഷൻസും ശരിയാവുള്ളൂ. പക്ഷേ അതുവരെ നിൽക്കേണ്ട കാര്യമില്ല. ഐരാണിമുട്ടം ടാങ്കിലേക്ക് പോണ വഴിക്കുള്ള പ്രദേശത്തുള്ള എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ലൈനിലേക്കും അതിന് മുമ്പേ വെള്ളം പ്രവേശിച്ചു തുടങ്ങും. ഏതായാലും ഇന്ന് ഈവനിങ്ങിന് മുമ്പ് നമുക്ക് തിരുവനന്തപുരത്ത് മുമ്പത്തേക്കാളും ഭംഗിയായിട്ട് വെള്ളം കൊടുക്കാനായിട്ട് സാധിക്കുന്ന സ്ഥിതി ഉണ്ട്. PTP ആയിരുന്നല്ലോ നമ്മൾ ഈ ആദ്യം ഞാൻ പറഞ്ഞ 500 mm പണി പൂർത്തിയാകുന്നതോടുകൂടി PTP ടാങ്കിലേക്കുള്ള ലൈനായിട്ട് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഈ പറയപ്പെടുന്ന ഈ വാൽവിൽ നിന്ന് ഇത് ബ്ലോക്ക് ചെയ്തപ്പോൾ അത് കുറേ ക്ലിയർ ആക്കായിരുന്നു. പക്ഷേ നമുക്കത് വന്ന ഒരു ചെറിയ തകരാറ് കൊണ്ടാണ് ഒരു താമസം നമുക്ക് നേരിട്ടത്. ഇപ്പോൾ ഇത് രണ്ടും ഒരേപോലെ ഒരേ സമയം തന്നെ ഇത് പൂർത്തീകരിക്കാനായിട്ട് കഴിയും. സാധ്യമായ സ്ഥലങ്ങളിലൊക്കെ ആവശ്യം അനുസരിച്ച് പൂർണ്ണമാകാൻ ഒരിക്കലും സാധ്യമല്ലെന്ന് നന്നായിട്ട് അറിയാമെങ്കിൽ പോലും കുടിവെള്ളം നമുക്ക് ടാങ്കർ ലോറിയിൽ എത്തിച്ച് കൊടുക്കുന്നുണ്ട്. എന്നെ ഫോണിൽ വിളിക്കുന്നവർക്ക് പോലും ഞാൻ കഴിയുന്നത്ര ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ രാത്രി വരുമ്പം ഞങ്ങളുടെ ജോയിൻറ്റ് MD ഉൾപ്പെടെ ചീഫ് എഞ്ചിനീയർ, എഞ്ചിനീയേഴ്സ്മാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സ് ഉൾപ്പെടെ മുഴുവൻ ടീം ഫുൾ ടൈം ഇപ്പോഴും അവരെ പോലെ തന്നെ നിൽക്കുകയാണ്. അപ്പം നല്ല നിലയിൽ അവർ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ സാങ്കേതികമായി വരുന്ന ചില തകരാറുകൾ, ചില ബുദ്ധിമുട്ടുകൾ, ജനങ്ങൾക്കുണ്ടാകുന്ന വിഷമം പൂർണ്ണമായും സഹിച്ചുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് ഇമ്മീഡിയറ്റായിട്ട് റെക്ടിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനകത്ത് ഇപ്പോൾ കഴിയുന്നത്ര മേഖലകളിൽ നമ്മൾ വെള്ളം ടാങ്കർ ലോറിയിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അത് നമുക്കൊരു എങ്കിലും നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാ പ്രദേശത്തും വണ്ടി കയറി ചെല്ലൽ അസാധ്യമാണ് നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും. എങ്കിലും മാക്സിമം സ്ഥലങ്ങളിൽ ചെല്ലുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ അത് ചെയ്ത സമയത്ത് തന്നെ ഒരു 10-20,000 കണക്ഷനിലേക്ക് ഓൾറെഡി ഇപ്പം തന്നെ വെള്ളം ചെന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്രാവിറ്റി അവിടെ നിന്ന് പമ്പിംഗ് ലൈൻ ആരംഭിക്കും തന്നെ ഇത് ലോവർ റേഞ്ചിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ആദ്യം തന്നെ വെള്ളം എത്തും. ഇതിൻ്റെ പ്രഷർ മൂവ് ചെയ്ത് മുകളിലേക്ക് ചെല്ലാനുള്ള താമസം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈവനിങ്ങോട് കൂടി എല്ലാ സ്ഥലത്തേക്കും വെള്ളം എത്തിച്ചേരാൻ കഴിയുള്ളൂ. ഏതായാലും ഇതൊരു റിസ്കി ഓപ്പറേഷൻ ആയിരുന്നു. ഇത് ഒരുപക്ഷെ മറ്റു രീതിയിൽ ചെയ്യാമായിരുന്നു. അപ്പോൾ റെയിൽവേയുടെ ആവശ്യത്തെ നമുക്ക് മാനിക്കാതിരിക്കാനും പറ്റത്തില്ല. ഡബിളിങ് നമുക്ക് നടത്തേണ്ട സ്ഥിതി തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ഓണക്കാലഘട്ടം കഴിഞ്ഞ് മതിയോ എന്ന് പോലും നമ്മളൊന്ന് ചിന്തിച്ചതായിരുന്നു. പക്ഷേ അവരുടെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. ഇത് ഇമ്മീഡിയറ്റായിട്ട് അതും ഒരു ആവശ്യമാണല്ലോ, ഇങ്ങനെ കാലങ്ങളായി മുടക്കെടുക്കുന്നുള്ളതാണ്. എങ്കിലും ഞങ്ങൾ 2 ദിവസം കൊണ്ട് തീരും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഈ ഒരു സാങ്കേതിക തടസ്സം നമുക്കൊരു 10-40 മണിക്കൂറോളം നമുക്ക് അധികമായി ചെലവഴിക്കപ്പെടേണ്ട സ്ഥിതി വന്നുകൊണ്ടാണ് ഉണ്ടായത്. ജനങ്ങളോട് സത്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഇന്ന് രാത്രിക്ക് മുമ്പായി ഈ കാര്യങ്ങളെല്ലാം തീരും. ഇന്ന് രാവിലെ കണക്ട് ചെയ്യുമെന്നാണ്
ഇന്നലെ ശിവൻകുട്ടി മന്ത്രി എടുത്ത മീറ്റിങ്ങിൽ അദ്ദേഹം ജാഗ്രതയോടുകൂടി എപ്പോഴും വിളിക്കുന്നവരായിരുന്നു. ഞാൻ ഇന്നലെ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി തന്നെ അതുകൊണ്ട് ഇവിടെ തിരിച്ചെത്തിയതാണ്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഇത് ഓപ്പറേറ്റ് ചെയ്തു. ആന്റണി രാജു, അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള MLA-മാരും പറ്റാവുന്ന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരും എല്ലാം സജീവമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. പരമാവധി ഇതൊരു ക്രൈസിസാണ്. ഇങ്ങനെ ചില വിഷയങ്ങളൊക്കെ സംഭവിക്കും. അതിനെ പരമാവധി മാനേജ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇനി ഭാവി ചെയ്യുമ്പോൾ കുറേ കൂടി കരുതലോടുകൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. എൻ്റെ കാരണം നെറ്റ് ചില ബുദ്ധിമുട്ടുണ്ടെങ്കിലും വെള്ളത്തിൻ്റെ കാര്യത്തിൽ കുറേ കൂടി ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യത്തക്ക രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. പക്ഷേ ഇത് തുടങ്ങിയതിന് ശേഷം സംഭവിച്ച ഒരു തടസ്സമാണ്. നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇങ്ങനെ ഇത് സംഭവിക്കുന്ന ഒരു മുൻകരുതലോ നമുക്ക് എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എങ്കിലും ഇന്ന് ഈവനിങ്ങോട് കൂടി എല്ലായിടത്തും വെള്ളം എത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ അന്നേരം നമ്മുടെ ഈ സ്മാർട്ട് സിറ്റി ആയിട്ട് പണി നടന്ന പല സ്ഥലങ്ങളുമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഒരു സെൻറ്ററിൽ മാത്രമല്ലോ, പല സ്ഥലത്തും ഇങ്ങനെ വിഷയങ്ങൾ രൂപപ്പെട്ടു വരും. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അവിടെയും ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. ഏതാണ്ട് സേഫ് സോണാണെന്ന് വിചാരിച്ചാണ് ഇപ്പം ചെയ്തത്. പക്ഷേ ഇതിങ്ങനെ വരുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയില്ല. അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഏരിയ നമ്മൾ അന്നേ ബ്ലോക്ക് ചെയ്തിട്ട് വന്നേനെ. അപ്പോൾ ഇപ്പോൾ അവിടെയൊക്കെ നമുക്ക് വെള്ളം കൊടുക്കാൻ അതിൻ്റെ പേരിലായിട്ട് കഴിയുന്നുണ്ട്. ആ പണി അതും കൂടെ വരുമ്പോഴത്തേനും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് ഒരല്പം നമ്മൾ മാറ്റി വെച്ച് ഇങ്ങനെ തുടങ്ങിയത്. പക്ഷേ ഇത് വന്ന പ്രശ്നം ഈ വന്നൊരു സാങ്കേതിക തകരാറ് കൊണ്ട് മാത്രമാണ്. അത്തരം കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ജനങ്ങളത് മനസ്സിലാക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്കിലും ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നും നമുക്ക് പറയാനില്ലാത്ത അവസ്ഥയുണ്ട്. ഭാവിയിൽ വാട്ടർ അതോറിറ്റി ഇത്തരം കാര്യങ്ങൾ കുറേ കൂടി കെയർഫുള്ളായിട്ട് ചെയ്യും. ഇത്തരം കാര്യങ്ങൾക്ക് ഓൾട്ടർനേഷൻ എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, നമുക്ക് എത്ര വാഹനങ്ങൾ എത്തിച്ചാലും എല്ലാ വീടുകളിലും വാഹനങ്ങൾ വെള്ളം എത്തിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി എളുപ്പമല്ല. അപ്പം ഈ പൈപ്പ് ലൈനുകളും ഇതിൻ്റെ പണിയും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ കൂടി കരുതലോടുകൂടി പോകുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തുന്നു.